പരിശുദ്ധ റമദാൻ അള്ളാന്റെ മുമ്പിൽ രണ്ട് വിഭാഗം ആളുകൾക്ക് രണ്ട് നിലയിൽ സാക്ഷി നിൽക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. പരിശുദ്ധ റമദാൻ അള്ളാന്റെ അടുക്കൽ പോയി പറയും, പടച്ച റബ്ബേ, ഞാൻ അവന്റെ അടുക്കൽ എത്തിയപ്പോ അവൻ എന്നെ നല്ലോണം ബഹുമാനിച്ചിട്ടുണ്ട്, അവൻ ആദരിച്ചിട്ടുണ്ട്. എന്റെ പകലുകളിൽ അവൻ നോമ്പെടുത്തിട്ടുണ്ട്, ഭക്ഷണങ്ങൾ വർജിച്ചിട്ടുണ്ട്, വെള്ളങ്ങൾ ഉണ്ടായിട്ടും അവൻ വെള്ളം കുടിച്ചില്ല. എന്നെ ബഹുമാനിച്ച് എന്നോടുള്ള ആദരവ് കാരണം അവൻ വെള്ളം ഉപേക്ഷിച്ചിട്ടുണ്ട്, ഭക്ഷണം കഴിച്ചിട്ടില്ല, ഭക്ഷണം ഉപേക്ഷിച്ചിട്ടുണ്ട്. അവന്റെ എല്ലാ ചിന്തകളും വികാര വിചാരങ്ങളെയും എല്ലാം അവൻ ഉപേക്ഷിച്ചുകൊണ്ട് എന്നെ ഓർത്തുകൊണ്ട് എന്നെ ബഹുമാനിച്ച് റെസ്പെക്ട് ചെയ്തിട്ടുണ്ട് എന്ന് പരിശുദ്ധ റമദാൻ അള്ളാഹുവിന്റെ മുമ്പിൽ അതാ ആ മനുഷ്യനിക്ക് അള്ളാഹുവിനോട് ശുപാർശ ചെയ്യുന്നതാണ്. അവിടെ റമദാൻ സാക്ഷി നിൽക്കുന്നതാണ്. റമദാനിനെ ആദരിച്ച വ്യക്തിക്ക് വേണ്ടി, റമദാനിനെ ബഹുമാനിച്ച വ്യക്തിക്ക് വേണ്ടി റമദാൻ ശുപാർശ ചെയ്യുകയാണ്. അതേ സമയത്ത് പരിശുദ്ധ റമദാൻ മാസം മറ്റൊരു വിഭാഗം ആളുകൾക്ക് എതിരായി അല്ലാഹുവിന്റെ മുമ്പിൽ സാക്ഷി നിൽക്കുകയാണ്. പരിശുദ്ധ റമദാൻ പറയാണ്, പടച്ച റബ്ബേ, ഞാൻ അവന്റെ അടുക്കലേക്ക് എത്തിയിട്ട് അവൻ എന്നെ വേണ്ടതുപോലെ സ്നേഹിച്ചിട്ടില്ല, അവൻ എന്നെ വേണ്ടതുപോലെ ബഹുമാനിച്ചിട്ടില്ല, അവൻ എന്നെ വേണ്ടതുപോലെ സൽക്കരിച്ചിട്ടില്ല. പരിശുദ്ധ റമദാൻ അള്ളാഹുവിന്റെ മുമ്പിൽ അവനിക്ക് എതിരായി സാക്ഷി നിൽക്കുകയാണ്. അങ്ങനെ റമദാൻ എതിരായി സാക്ഷി നിന്ന് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് രക്ഷപ്പെടാൻ കഴിയൂല, അവനിക്ക് സ്വർഗം ലഭിക്കുകയില്ല. അള്ളാഹു നമ്മെ കാത്ത് സലാമത്താക്കട്ടെ, അള്ളാഹു നമ്മളെ കാത്ത് സലാമത്താക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധ റമദാനിനെ നമ്മൾ ബഹുമാനിക്കുന്നവരാകണം. പരിശുദ്ധ റമദാനിന്റെ പകലുകളിൽ നോമ്പെടുക്കുന്നവരാകണം. പരിശുദ്ധ റമദാനിന്റെ രാപ്പകലുകളെ ബഹുമാനിക്കുന്നവരാകണം. റമദാനിനെ ആദരിക്കുന്നവരാകണം. റമദാനിൽ നല്ല കാരുണ്യ പ്രവർത്തനങ്ങളും സ്വാന്തന പ്രവർത്തനങ്ങളും കഴിവിന്റെ പരമാവധി വർദ്ധിപ്പിക്കേണ്ട ഒരു മാസമാണ്. അതുപോലെ ധാരാളം സ്വതക്കുകൾ നമ്മൾ നൽകുന്നവരാകണം. പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കുന്നവരാകണം, പാവപ്പെട്ടവരെ സഹായിക്കുന്നവരാകണം. അങ്ങനെ റമദാനിന്റെ രാപ്പകലുകളിൽ ധാരാളം ഇബാദത്ത് കൊണ്ട്, ധാരാളം സൽക്കർമ്മം കൊണ്ട് റമദാനിനെ സന്തോഷിപ്പിച്ചു കഴിഞ്ഞാൽ റമദാൻ അവനിക്ക് നല്ല നിലക്ക് സാക്ഷി നിൽക്കുമെന്നാണ്. അല്ലാഹു തആല ഈ വിശുദ്ധ റമദാനിനെ നമുക്ക് ഗുണമായി സാക്ഷി നിൽക്കുന്ന കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് റമദാനെ ആദരിക്കുകയും റമദാനെ ബഹുമാനിക്കുകയും റമദാനിൽ ധാരാളം സൽക്കർമ്മം ചെയ്യുകയും വേണം എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്.